വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനാശംസകൾ നേരിട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും നമുക്ക് എവിടെയും സഞ്ചരിക്കാനും നമുക്ക് സ്വന്തമായിട്ട് സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരുപാട് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരുപാട് മഹത് വ്യക്തികളെ മനസ്സിലോർത്തുകൊണ്ട് നമ്മൾ ഇന്നൊരു ചെറിയ വ്ളോഗ് തുടങ്ങാം കേട്ടോ. നമ്മളിത് എങ്ങോട്ടാണ് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ഗുരുദേവ സന്നിധിയിലേക്കാട്ടോ, ശിവഗിരിക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങാണ് നേരെ അടിമാലിക്കാട്ടോ പോകുന്നതാണ്. അവിടെ ചെന്ന് അനിയത്തിയുണ്ട്, നമ്മുടെ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാം കേട്ടോ. ഓരോരോ വിശേഷങ്ങളും കാണിച്ചു തരാം. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമുക്ക് വ്ലോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിൽ നമുക്ക് ഇറങ്ങിയാലോ. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മാത്രം ഒരു ദിവസത്തേക്കിനുള്ള സ്റ്റേ ഉള്ളൂ, ഒരു രാത്രി സ്റ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പതിയെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിൽ നമുക്ക് പതിയെ പോകാം. ഇറങ്ങിയാലോ? നിങ്ങളും ഒപ്പം ഉണ്ടാകണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ പറയുകയാണ്, മുഴുവൻ കാണാൻ, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റാവുന്ന നമുക്ക് അടിപൊളി വ്യൂസ് എല്ലാം എടുത്ത് കാണിക്കാം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ നമുക്ക് പതിയെ പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ അടിമാലി വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ അമ്മും ജ്യോതിഷും അച്ഛനും അമ്മയും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കായിരുന്നേ. വീട്ടിൽ നിന്ന് മാത്രം അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുമ്പിക്കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കാൻ കുറച്ച് സമയം കിട്ടി കേട്ടോ. അങ്ങനെ തുമ്പിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും കൂടിയേ അങ്ങനെ മാറി മാറി തുമ്പിനെ കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മളൊരു ചെറിയ ട്രാവലിനാണ് പോകുന്നത്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ പോകുന്നത്. എന്തായാലും നമ്മുടെ തുമ്പിക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിപൊളിയാണ്. പോകുന്ന വഴിക്കൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിപ്പോൾ കാണിക്കുന്നില്ല, നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഇതൊക്കെ ഇവിടെ ഇറങ്ങി കാണാം. പിന്നെ നേരിമംഗലം പാലം കൂടിയായിട്ടോ പോകുന്നത്. നേരിമംഗലം പുതിയതായിട്ട് പണിയുന്ന പാലമാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ആദ്യക്കുട്ടനൊരു സീറ്റ് തന്നെയായിട്ട് വേണമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളത് കൈക്കലും ആക്കി. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നല്ല വിശപ്പും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആഹാരം ഒരു നേരത്തേക്കുള്ളത് ഉണ്ടാക്കിക്കൊണ്ടായിട്ടോ പോയത്. അപ്പോൾ പിന്നെ നല്ലൊരു ഏരിയ കണ്ടപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ നിർത്തി തന്നു കേട്ടോ. എന്തായാലും നല്ലൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു. മണിമലയാറിൻ്റെ ഒരു ചെറിയ തീരാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ ഇറങ്ങി നമ്മൾ ചോറൊക്കെ എടുക്കാണ് കേട്ടോ. അമ്മയും അച്ഛനും കൂടെ രാവിലെ തന്നെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വന്ന കേട്ടോ. നല്ല ചൂടൻ ചോറും പിന്നെ മോരുകറിയും വൻപയർ തോരനും ചമ്മന്തിയും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടിയൊന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ എങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഉണ്ടല്ലേ. നമ്മൾ ഈ കടയിൽ കയറി എന്നും കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചേ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് കഴിക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു. അപ്പോഴാണ് കേട്ടോ അവിടെ കുറച്ച് ചേട്ടന്മാരെയൊക്കെ കണ്ടത്. നമ്മളീ നിൽക്കുന്ന സ്ഥലത്തെ മഴക്കാലത്ത് നല്ലോണം വെള്ളം കയറിയ ഏരിയ എന്നാട്ടോ പറഞ്ഞത്. ചേട്ടൻ്റെയൊക്കെ കാറൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മുടെ തുമ്പിക്കുഞ്ഞ് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അവളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കാണ് കേട്ടോ ജഡായിപ്പാറ എന്ന് പറയുന്നൊരു അമ്പലം കണ്ടത്. നല്ല ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോകണം. നമുക്കിപ്പോൾ പോകാൻ നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പോകുന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ ഒന്ന് പിടിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിൽ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ശിവഗിരിയിൽ എത്തിയിട്ടുണ്ട്. ശിവഗിരി മഠത്തിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ഒന്ന് മേളിലേക്ക് കയറിപ്പോയാൽ അമ്പലത്തിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ നിന്നു കേട്ടോ. വണ്ടിയിൽ ഇരുന്ന് വന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് ക്ഷീണവും മടുപ്പൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ലാവിഷായിട്ട് ഇതിലേക്ക് നടക്കുക കേട്ടോ. നല്ലൊരു ഏരിയ, നല്ലൊരു കാഴ്ച എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിവിടെ ഇരുത്തിയിട്ടേ അച്ഛനും ഏട്ടനും ജ്യോതിഷും കൂടി ഇവിടെ എവിടെയെങ്കിലും റൂമൊക്കെ കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതായിട്ടോ. നമ്മൾ ഈ ദൂരേന്ന് വരുന്നവർക്ക് അമ്പലത്തിൻ്റെ വകയായിട്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ റൂം സെറ്റാക്കി കൊടുക്കും കേട്ടോ. ഒരുപാട് തിരക്കൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് റൂം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനെ അന്വേഷിക്കാൻ വേണ്ടി പോയതായിട്ടോ. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നമുക്കിവിടെ ഒരു മഠം കിട്ടിയിട്ടുണ്ട്. ശ്രീ ശങ്കരാനന്ദ നിലയം എന്നാട്ടോ മഠത്തിൻ്റെ പേര്. ഒരു ചെറിയ വീട് പോലെ, അതിനകത്ത് കുറേ റൂമുകൾ. നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് 2 റൂം സെറ്റാക്കി കിട്ടി.
നമ്മളവിടെ പോയി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. കുറച്ച് നേരം ഇരുന്നോയെന്ന് ചോദിച്ചാൽ ഇരുന്നു, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇവിടെ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട് കേട്ടോ. സമയവും വൈകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് കുട്ടികളൊക്കെ കൊണ്ടുപോയി ബീച്ചിലും കൂടി ഒന്നൊക്കെ കാണിച്ചിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അമ്പലത്തിൽ കയറ്റം നടക്കുകയല്ല, നാളെ രാവിലെ നടക്കുകയുള്ളേ. അപ്പോൾ പിന്നെ ബീച്ചിൽ പോയി അവിടുത്തെ തിരക്കൊക്കെ വരുന്ന കാണുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷമേ. നമ്മുടെ ആദ്യക്കുട്ടനൊക്കെ അറിവായതിന് ശേഷം ആദ്യം കാണുന്ന കേട്ടോ. അപ്പോൾ പിന്നെ നല്ല സന്തോഷം. ആ മണലിനകത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും ഫോട്ടോ എടുക്കേണ്ടവരും വീഡിയോ പിടിക്കേണ്ടവരും ഒക്കെ ചെയ്തു കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് വരുവാണ് കേട്ടോ. വന്നിട്ട് വേണം ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ. അമ്പലത്തിൻ്റെ ഊട്ടുപുരയിൽ അന്നദാനം ഉണ്ടായിരുന്നു. അതുകൂടെ കഴിച്ചിട്ട് റൂമിലെത്തി. ഇനിയൊന്ന് കിടന്ന് ഉറങ്ങണം. ഇതിപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങിയത്. നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയപ്പോഴേ അത് മുറ്റത്ത് ഇങ്ങനെ നല്ല അടിപൊളി സീനറിയൊക്കെ നിൽക്കുമ്പോൾ ആരല്ലേ ഒരു ഫോട്ടോയോ വീഡിയോസോ ഒക്കെ എടുക്കാത്തത്. നമ്മളിപ്പോൾ മാറി മാറി നിന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. കാഴ്ചയിൽ എൻ്റെ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചെമ്പരത്തിയും പിന്നെ കടലാസ് റോസയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ എടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാൻ നല്ല സീനറിയാണ്. അപ്പോൾ പിന്നെ ഇഷ്ടമില്ലാത്തവരും കൂടി എടുത്തു പോകും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളതാ വേഗം അമ്പലത്തിലേക്ക് പോവുകയാണ്. നേരം പോയി എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ പോയി രസീതൊക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യം പോയത് ശാരദാ മഠത്തിലാണ് കേട്ടോ നമ്മൾ ഈ ചോറ് കൊടുക്കൽ, അതുപോലെ എഴുത്തിനിരുത്തുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ എഴുത്തിനിരുത്തുന്നതും ഒക്കെ ഈ ശാരദാ മഠത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഗുരുദേവൻ്റെ അടുത്തേക്ക് തുമ്പിമളയും കൊണ്ട് കയറി പോകാനായിട്ട്. അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് കേട്ടോ ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ചോറ് കൊടുക്കുന്ന ഒരു സമയത്തെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കിനാന്ന് തോന്നുന്നു സ്വാമിജി എന്ന് പറഞ്ഞു, കുഴപ്പമില്ല കുറച്ച് നേരം കൂടെ താമസമുണ്ട്, അപ്പോൾ പിന്നെ നിങ്ങൾ പോയി അന്നദാനം കഴിച്ചിട്ട് പോകുന്നുള്ളൂ, അമ്പലത്തിൽ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ഇരുന്നിട്ട് അന്നദാനം എന്നാൽ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്നദാനപുരയിലേക്ക് നടന്നു കേട്ടോ. എല്ലാവരും ഉണ്ട്, എന്നെ മാത്രമേ കാണുന്നുള്ളാവൂല്ലേ. എന്തായാലും അകത്തെ വീഡിയോസൊന്നും അലൗഡ് അല്ല കേട്ടോ, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതാ ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണേ. അങ്ങനെ കാത്തിരുന്ന് നമ്മൾ എന്ത് കാര്യത്തിനാണോ വന്നേ ആ ഒരു ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തുമ്പിക്കുഞ്ഞിൻ്റെ ചോറൂണ്. അപ്പോൾ ചോറിനകത്ത് ഇത്തിരി എന്തൊക്കെയോ പ്രാർത്ഥനയൊക്കെ ചെയ്ത് സ്വാമിജി കൊണ്ടുവന്ന കേട്ടോ. സ്വാമിജി അത് 3 പ്രാവശ്യം കുഞ്ഞിൻ്റെ വായിൽ തൊട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചോറൂണ് ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മുടെ കൂടെ ചെന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും കുഞ്ഞിൻ്റെ വായിൽ ഇത്തിരി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ചോറ് വെക്കാൻ പറ്റില്ലല്ലോ, ആ ചോറും പറ്റത്തില്ല. നമുക്ക് കുഞ്ഞായതുകൊണ്ട് ഒരു ചെറിയ ഇത്തിരി വെള്ളം പോലെയൊക്കെ ഇരിക്കുന്നത് തൊട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചോറൂണ് ചടങ്ങ് നടക്കുന്നത്. പിന്നെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അതേതായാലും തുമ്പിക്കുഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി തോന്നുന്നു. പിന്നെ ഇത്രയും നേരമൊക്കെ ആയതുകൊണ്ടും വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എന്തൊക്കെയോ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം തുമ്പിക്കുഞ്ഞിൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്താ ഇപ്പോൾ നടക്കുന്നേ, ഞാനിത് എന്താ കഴിക്കുന്നേന്നൊക്കെയുള്ള ഭാവത്തിലാട്ടോ നമ്മുടെ തുമ്പിമോള് ഇതെല്ലാം കഴിക്കുന്നത്. അങ്ങനെ ആദ്യമേ വല്യമ്മമാരും ഒക്കെ ആട്ടോ ആദ്യമേ തുമ്പിമോൾക്ക് കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരും ഇത്തിരിയൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ വന്ന കാര്യം ഏകദേശമൊക്കെ കഴിഞ്ഞ് വരികയാണ്. ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ ഗുരുസ്വാമിയുടെ അടുത്തേക്ക് പോകണം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങനെ കാണിക്കൽ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഫോൺ അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചേക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഫോൺ ഓണാക്കാനായിട്ട് പാടില്ലല്ലോ, വീഡിയോ ഒന്നും പിടിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ആ ഒരു മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഗുരുസ്വാമിയുടെ അടുത്തേക്ക് പോവുക കേട്ടോ. അങ്ങനെ ഗുരുദേവസ്വാമിയുടെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ തുലാഭാരം നടത്തണമെന്ന് ഒരാഗ്രഹം കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞിനെ ഇത്തിരി അരിയൊക്കെ വെച്ചിട്ട് തുലാഭാരവും കൂടെ നടത്തി. അതിന് ചെറിയതായിട്ട് വീഡിയോ പിടിക്കാൻ ഒരു ചെറിയ അവസരം തന്നപ്പോൾ നമ്മൾ എടുത്തതാണ് കേട്ടോ. ഒരുപാടൊന്നും പിടിച്ചില്ല. പിന്നെ അമ്പലത്തിന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം. അകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, പുറത്തു നിന്ന് ചെറുതായിട്ട് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പതിയെ പുറത്തേക്ക് ഇറങ്ങിയത്. പ്രസാദമൊക്കെ കിട്ടി. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. പോരുന്ന വഴിക്ക് നമ്മുടെ നോയമ്പും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇനി അടുത്തത് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. നമ്മൾ രാവിലെ അന്നദാനം അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഉച്ചയായപ്പോൾ ഹോട്ടലിൽ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ബിരിയാണി വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു, സല്ലാസും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട്
നല്ലൊരു പിടുത്തം അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയ ചോറായിരുന്നു. എനിക്ക് ഇത്തിരിയും കൂടെ വലിയ ചോറായിരുന്നെങ്കിൽ അതാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വിശന്നിരുന്നോണ്ടാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും ഹാപ്പി ആയിട്ട് നമ്മൾ ഭക്ഷണവും കൂടെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണേ. അങ്ങോട്ട് പോയപ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞില്ലേ, തിരിച്ചു വരുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞാൽ അതേ ഏരിയ കേട്ടോ. വെള്ളം ഒഴുകുന്ന കാണുമ്പോൾ എന്ത് രസമാണ് അല്ലേ. അവിടെയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അതൊക്കെ മേടിച്ച് കുറച്ച് കഴിച്ചു. മാങ്ങയേക്കാളും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് എനിക്ക് പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ മേടിച്ച് കഴിക്കാൻ, ആരും മറക്കല്ലേ. അപ്പം നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞിതായിരുന്നു. ഇപ്പോൾ ഇവിടം കൊണ്ട് തീരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി വീടിനോട് എടുക്കാറായി, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തരണം. അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.